ഈ വീഡിയോയിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഏഷ്യൻ സൈഡിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കുറച്ച് ഡെവലപ്മെന്റ്സ്, ജിയോ പൊളിറ്റിക്കൽ അതേപോലെ ഡിപ്ലോമാറ്റിക് കാര്യങ്ങളാണ് കുറച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ചൈനയ്ക്കെതിരെ US നിന്ന് വന്നിരിക്കുന്ന ഒരു താരിഫ് ഹൈക്ക്. അത് ഇപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ താരിഫിൽ ഒരു ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അത് ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ ഉണ്ടാകുന്ന ഒരു താരിഫ്. ചൈന, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങൾക്കും ഒരു താരിഫ് ഹൈക്ക് എന്ന് പറഞ്ഞ ഒരു ഭീതി ഉണ്ടാക്കിയെങ്കിലും അതിനെ തുടർന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞതാണ്, ബ്രിക്സിൽ ഈ ഒരു കറൻസി ഫോം ചെയ്ത് ഡോളറൈസേഷനെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആ രാജ്യങ്ങൾക്കൊക്കെ 100% ടാക്സ്, 100% ടാക്സ് ഏർപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലാണ്? വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എപ്പോഴും ഇങ്ങനെയാണ്, പല അനൗൺസ്മെന്റുകളും ഇങ്ങനെ വരും ട്രംപിന്റെ ഭാഗത്ത് നിന്ന്. കാരണം ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ ആ രീതിയിലാണ് പെട്ടെന്ന് തന്നെ ഒരു പ്രഷർ ഇടുന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റുകളാണ്. അതിന്റെ അർത്ഥം ബ്രിക്സിലെ കറൻസി രൂപീകരിക്കരുത്, ഡോളറൈസേഷനിലോട്ട് പോകരുത്, ഡോളറിനെതിരെയുള്ള നടപടികൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 100% ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ടൊന്നും ഒരു രാജ്യങ്ങളോടും ബിസിനസ് നടക്കാൻ പോകുന്നില്ല. ഇത് US ബിസിനസ് എന്ന് പറഞ്ഞാൽ US ഗവൺമെന്റ് അല്ലല്ലോ അവിടുത്തെ ബിസിനസ് ചെയ്യുന്നത്. US ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന അവിടുത്തെ റീറ്റെയിൽ ഷോപ്പുകാർ, അവിടുത്തെ ഹോൾസെയിൽ ഷോപ്പുകാർ, ഇവരൊക്കെ തന്നെയാണ് അവിടുത്തെ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത്. 100% ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഒരു സാധനം മാൻഡേറ്ററി ആയിട്ട് ഇറക്കേണ്ട സാധനം ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ മാൻഡേറ്ററി ആയിട്ട് US വേണ്ട സാധനം 100% ടാക്സോട് കൂടി ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ വില എത്രയായിരിക്കും? ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെ പോകും? ഇതൊന്നും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പദ്ധതികളല്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ പറയാം, അത്രയേ ഉള്ളൂ. ചൈനയുടെ മീഡിയാസിലെല്ലാം ഇതിനെ ചൊല്ലിയുള്ള ഒരു പ്രൊപ്പഗൻഡ, അതായത് ഈ ഒരു താരിഫ് നിരക്കിനെതിരെയുള്ള ചില പ്രൊപ്പഗൻഡ ആർട്ടിക്കിൾസ് ഇതൊക്കെ തുടരെ ഇറങ്ങുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകൾ മുതലേ ഇറങ്ങുന്നുണ്ട്. നമ്മളിത് തുടരെ കാണുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ വേറെ വിഷയങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇറങ്ങില്ല. അപ്പൊ ഇതിൽ ചൈന കൃത്യമായിട്ട് US കണ്ടംപ്റ്റ് ചെയ്യുന്ന 2-3 വിഷയങ്ങളുണ്ട്. ആ 2-3 വിഷയങ്ങൾ, നമ്പർ 1 ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വെസ്റ്റേൺ കൺട്രീസ്, അതായത് ഈ ഒരു ഡെവലപ്ഡ് നേഷൻസ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും എപ്പോഴും കാർബൺ എമിഷനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് വളരെ മോശമാണെന്നുള്ള നിലയിലാണ് ചൈന അങ്ങോട്ട് ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇതിന് ക്ലൈമറ്റ് ചേഞ്ചിന് UN ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആ കമ്മീഷനിൽ ഓരോരോ രാജ്യങ്ങളും അതിന് ബന്ധപ്പെട്ടതായിട്ടുള്ള എമൗണ്ടുകൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ആ കോൺട്രിബ്യൂഷൻ US ഭാഗത്ത് നിന്ന് വളരെ കുറഞ്ഞ ലെവലിലാണ് നടക്കുന്നത്. എന്നാൽ അവർ നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് ചെയ്ത് ഉയർന്ന തോതിൽ കാർബൺ എമിഷൻ ചെയ്യുന്ന രാജ്യങ്ങളുമാണ്. അപ്പൊ ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിന്റെ ഈ ഒരു ഇരട്ടത്താപ്പിനെയാണ് ചൈന അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് 45 ബില്യൺ പേ ചെയ്യേണ്ട സ്ഥലത്ത് USA, അമേരിക്ക 14 ബില്യൺ ആണ് ഇതുവരെ പേ ചെയ്തിട്ടുള്ളത്. പേയ്മെന്റിന്റെ ഭാഗത്തുള്ള ആ ഒരു വീഴ്ച, അതായത് അത് അവർ കൃത്യമായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മച്ച് നോയ്സ് ലെസ് ആക്ഷൻ. അതായത് ഒരുപാട് ബഹളം ഉണ്ടാക്കുക, പക്ഷെ എന്നാൽ ആക്ഷൻസ് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് പിന്നെ ചൈന കൃത്യമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത് ചൈന ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കക്കെതിരെ മെക്സിക്കോയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കും നിങ്ങൾ ഇതേപോലെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഡിസ്റ്റൻസ് വൈസ് നോക്കിയാലും അമേരിക്കയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ. അപ്പൊ അവിടെ ഏത് രീതിയിലുള്ള എളുപ്പത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉള്ള സ്ഥലത്തും നിങ്ങൾ ഈ ഒരു താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെക്സിക്കോയിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റങ്ങൾ, അതിനെതിരെയുള്ള നടപടി നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയുള്ള നടപടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലുപരി മെക്സിക്കൻ ഗവൺമെന്റ് US ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ട്രാൻസാക്ഷൻസ് ഉള്ള ട്രേഡ് വ്യാപാരത്തിനെതിരെ ഈ ഒരു നടപടി ശരിയായില്ല എന്നുള്ളതാണ്. ആ രീതിയിലുള്ള മെക്സിക്കോയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള മെക്സിക്കോയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. ചൈന എപ്പോഴും ഇങ്ങനെയാണ്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്ത് പലരെയും വലിച്ചതിനകത്ത് ഇടും. പക്ഷെ ഇത് ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും ചൈനയും മെക്സിക്കോയും ഇപ്പോൾ ഒരേ സൈഡിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു താരിഫിന്റെ ഇഷ്യൂ ആണ്, ടാക്സ് താരിഫിന്റെ ഇഷ്യൂലാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. ഒരു 385 മില്യന്റെ ആം ട്രേഡ് വെപ്പൺസ് തായ്വാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ആം ട്രേഡിന്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് സെനറ്റിൽ. അപ്പൊ അത് വൈകാതെ തന്നെ ആ ഒരു വെപ്പൺ സപ്ലൈ തായ്വാനിലോട്ട് എത്തും എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ഓൺ ദ വേയിൽ ഇരിക്കുന്ന ഒരു ട്രേഡ് ഡീലാണ് അമേരിക്കയും തായ്വാനുമായിട്ട്. അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് ചൈന. അതിൽ നല്ല രീതിയിലുള്ള ഒരു അമർഷം ചൈനയ്ക്ക് ഉണ്ട് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ചൈനയ്ക്ക് വൺ ചൈന പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ഈ ചൈന ഏതൊക്കെ ഭാഗങ്ങളൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ടോ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് വേണം ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അത് ചൈനയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ വൺ ചൈന പോളിസിക്ക് ആരൊക്കെ എതിരെ നിൽക്കുന്നോ അതിനെല്ലാം അവർ എതിർക്കും. ഈ വൺ ചൈന പോളിസിക്കെതിരെ ലിത്വാനിയയുടെ അംബാസിഡറെ ചൈന എക്സ്പെൽ ചെയ്തിരിക്കുകയാണ്. ലിത്വാനിയയുടെ ഡിപ്ലോമാറ്റ്സിനെ എല്ലാം ചൈനയിൽ നിന്ന് ഓഫീസും പൂട്ടി നിങ്ങൾ നാട് വിട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഒന്നുമില്ല, തായ്വാന്റെ എംബസി ലിത്വാനിയയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ കാരണം.
ആ റീസൺ നിങ്ങൾ എങ്ങനെയാണ് വൺ ചൈന പോളിസിയെ നിങ്ങൾ ഇവിടെ സൈൻ ചെയ്ത് എഗ്രി ചെയ്തിട്ട് നിങ്ങൾ പിന്നെ തായ്വാൻ എങ്ങനെയാണ് നിങ്ങളുടെ രാജ്യത്ത് ഒരു ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തതെന്നുള്ള രീതിയിലുള്ള ലിത്വാനിയൻ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെയാണ് ഈ ഒരു പ്രതിഷേധം ചൈന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചൈന ലിത്വാനിയ ബന്ധം തകർന്നിരിക്കുകയാണെന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇതിന്റെ ഇടയിൽ ചൈന കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ലാവോസ് എന്ന് പറഞ്ഞ സിറ്റിയുമായിട്ട് ഏതാണ്ട് 2022 ഡിസംബറിൽ തുടങ്ങിയ ഒരു ട്രെയിൻ പാത്താണ്. ഇത് ശരിക്കും BRIയുടെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അത് ഓൾറെഡി തന്നെ ഒരുപാട് ഗുഡ്സ് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ അതിലൂടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചൈനയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ടാണ് കൂടുതൽ നടക്കുന്നത് ഇമ്പോർട്ടിനേക്കാളും. ഇമ്പോർട്ട് അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ലാവോസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചൈനയിലേക്ക് വരുന്നത്. അതുപോലെ ചൈനയിൽ നിന്ന് ഒരുപാട് ഇലക്ട്രോണിക്സ്, അതേപോലെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അറിയാമല്ലോ, ആ രീതിയിലുള്ള പരമാവധി സാധനങ്ങൾ എന്തൊക്കെ കയറ്റി അയക്കാൻ പറ്റുമോ അതെല്ലാം ലാവോസിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാണ്ട് $2.3 ബില്യൺ വർത്തിലുള്ള ട്രേഡ് ഏതാണ്ട് ലാസ്റ്റ് ഇയർ മാത്രം അവർ പിന്നെ കയറ്റി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചൈനയിൽ നിന്നും. അപ്പൊ ചൈനയ്ക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന പരിപാടി തന്നെയാണ് ഈ, അതായത് ഒരു ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ നമ്മൾ കൂടുതൽ നോക്കുമ്പോഴത്തേക്കും ചൈനയ്ക്ക് ഗുണം കിട്ടും. കാരണം ആ സൈഡിലുള്ള കൺട്രീസ് എല്ലാം തീർച്ചയായിട്ടും ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറെ രാജ്യങ്ങളാണ്. ചൈനയുടെ ആ ഒരു മെക്കോങ് എന്ന് പറഞ്ഞ റിവർ ഉണ്ടല്ലോ, മെക്കോങ് റിവറിൽ ത്രൂ ഔട്ട് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും തന്നെയും ചൈനയെ വളരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. കാരണം മെക്കോങ് നദിയിൽ എന്തെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അവതാളത്തിലാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് ആ രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതിൽ നിന്നുള്ള ഗുണം ചൈനയ്ക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഉണ്ടായ ഒരു പ്രോഗ്രസ് ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന റഷ്യ തമ്മിൽ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് 5111 കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു പൈപ്പ് ലൈൻ ആണ് അവർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, കഴിഞ്ഞ നവംബർ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിലൂടെ ഓൾറെഡി നാച്ചുറൽ ഗ്യാസ് ഫ്ലോ ചെയ്ത് തുടങ്ങിയെന്നാണ് ഒഫീഷ്യലി ചൈന അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 450 മില്യൺ കുടുംബങ്ങൾക്ക്, ഫാമിലീസിനെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നാച്ചുറൽ ഗ്യാസ്. കുറെ കാലങ്ങൾക്ക് ശേഷം ചൈന ഒരു ഓപ്പൺ സോവറൻ ഫണ്ട്, അവരുടെ ഒരു ഫണ്ടിന്റെ ബോണ്ട് റിയാദില് സൗദിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നാണ്. ഓപ്പൺ ചെയ്തു. അവർ കോൾ ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ബിസിനസ് മീറ്റപ്പ് നടത്തി ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് $2 ബില്യൺ വർത്ത് അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കിട്ടിയെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് ശരിക്കും ചൈനീസ് എക്കണോമിയിൽ ഇപ്പോഴും കോൺഫിഡന്റ് ഉള്ള ഒരുപാട് ബിസിനസ് എന്റർപ്രണേഴ്സ് ഉണ്ടെന്നാണ് അവർ വിലയിരുത്തുന്നത്. അതിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചൈനയുടെ ക്രൈസിസ്, അതായത് ചൈനയെ കുറിച്ചുള്ള ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സോവറൈൻ വെൽത്ത് ഫണ്ട് ഇവർ കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയത് ചൈനയുടെ ഒരു സക്സസ് ആണെന്നാണ് ചൈന വിചാരിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് ചൈനയ്ക്ക് നല്ല രീതിയിലുള്ള എക്കണോമിക് ക്രൈസിസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരുപാട് കമ്പനികൾ ക്രാക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും റിയാദിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സോവറൈൻ ഫണ്ട് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിയോം പ്രോജക്റ്റിൽ ഒരുപാട് ഈ ചൈന ഇൻവോൾവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ സൗദി നമ്മൾ പറഞ്ഞ കണക്ക് ഈ നിയോം പ്രോജക്റ്റിൽ കുറച്ച് സ്ട്രക്കായി നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സൗദിയിൽ കിട്ടുന്ന ഈ ഒരു ഫണ്ട് തീർച്ചയായിട്ടും സൗദിയുടെ അറിവോടുകൂടെ ആ സൗദിക്കകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിട്ടേൺസ് കണ്ടെത്താനുള്ള മാർഗമാണ് ചൈന ശ്രമിക്കുന്നത്. വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിലും ഫണ്ടിന്റെ ഷോർട്ടേജ് ആണ് ഈ ഒരു പ്രോജക്റ്റിൽ കൊണ്ട്. അപ്പൊ അതായത് പെട്ടെന്ന് റിട്ടേൺസ് കിട്ടാത്ത രീതിയിൽ ഒരു ലോങ് ടേം പ്രോജക്റ്റ് ആണ് ഈ നിയോം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺസ് കിട്ടാൻ, അതിന് ബ്രേക്ക് ഈവൻ ആവാൻ തന്നെ കുറെ വർഷങ്ങൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫണ്ടിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സോവറൈൻ ഫണ്ടിന് വേണ്ടിയിട്ട് ചൈന ശ്രമിച്ചതെന്നാണ് വേറൊരു സൈഡിൽ പറയപ്പെടുന്നത്. പക്ഷെ ഫാക്ട് എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത നേപ്പാളിൽ ഒരു 41 സീറ്റുകളുടെ ബൈ ഇലക്ഷൻ നടന്നായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശർമ്മ ഒലി ചൈനയ്ക്ക് വിസിറ്റിംഗിൽ പോയിരിക്കുകയാണ്. അവിടെ പോയിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, അവിടെ കുറെ പിന്നെ ഒരു ഏതാണ്ട് 9ഓളം റിക്വസ്റ്റുകളും ഒരു MOU സൈൻ ചെയ്യാനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ ഏതാണ്ട് ഒരു 94 ഡെലിഗേറ്റ്സുമായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ശർമ്മ ഒലി അവിടെ പോയിരിക്കുന്നത് കുറെ എഗ്രിമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു 5-6 എഗ്രിമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറും ട്രേഡിന്റെയും പിന്നെ ബാക്കി ഇവരുടെ ബഫല്ലോ മീറ്റ്, ഡ്രൈ ചെയ്തുള്ള മീറ്റ് അങ്ങോട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള എഗ്രിമെന്റ്സ് ആണ് കൂടുതൽ അതിനകത്ത് വന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 എഗ്രിമെന്റ് വരുന്നുണ്ട്. ആ 3 എഗ്രിമെന്റിൽ 7ാമത്തെ നമ്പർ ആയിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് നേരത്തും ഒരു ലെറ്റർ എഴുതിയിട്ട് ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റിലൂടെ പൈസ മേടിക്കാനുള്ള ഒരു എഗ്രിമെന്റ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നേപ്പാളിന് വേണ്ട ഒരു എഗ്രിമെന്റ്. ഇത് ചൈന ഒപ്പിടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇവർ ഈ പ്രപ്പോസലുമായിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു 8ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 300 മില്യന്റെ ഒരു പ്രോജക്റ്റ് ആണ് ഇത്. ഈ 300 മില്യന്റെ പ്രോജക്ട് 300 മില്യൺ ചൈന കൊടുക്കും. ഈ 300 മില്യൺ എന്തിനാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പൈസ മേടിച്ചുകൊണ്ട് ശർമ്മ ഒലി ഏത് രീതിയിൽ പെരുമാറുമെന്ന് നമുക്കറിയാം. ശർമ്മ ഒലിയെ നമ്മൾ ഇന്നല്ല കാണുന്നത്. ശർമ്മ ഒലി കുറെ കാലം കൊണ്ട് നമ്മൾ കാണുന്നതാണ് ശർമ്മ ഒലി ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്.
തീർച്ചയായിട്ടും ശർമ്മ ഒലി ഒരു ചൈനീസ് സെൻട്രിക് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടാണ് നേപ്പാൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ശർമ്മ ഒലി വന്നിട്ടാണ് ഇന്ത്യൻ മാപ്പിൽ ഈ ലിംപിയാതുറ, കാലാപാനി, ലിപു ലേക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ അവർ കൂട്ടിച്ചേർത്ത് അവരുടെ കറൻസിയിലൊക്കെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ അമ്മാതിരിയുള്ള ഏർപ്പാടുകളൊക്കെ ഉള്ള ഒരു ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആ രീതിയിൽ അവിടുത്തെ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ശർമ്മ ഒലി. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശർമ്മ ഒലിയൊക്കെ മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. ഇന്ത്യ നേപ്പാൾ ജനങ്ങളോട് എന്താണ് പ്രതിബദ്ധതയുള്ളത് ആ രീതിയിൽ മുന്നോട്ട് പോകണം. അതേപോലെ ഗവൺമെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും ഇന്ത്യ വിരുദ്ധത പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തേണ്ടതാണ്. അപ്പൊ ഇതില് ചൈനീസ് ടീച്ചേഴ്സ്, കുറെ ചൈനീസ് ടീച്ചേഴ്സ് നേപ്പാളിന്റെ ഉള്ളിൽ വന്ന് വോളണ്ടിയർ ആയിട്ട് വന്നിട്ട് ഇവിടെ മാൻഡറിൻ പഠിപ്പിക്കാനുള്ള ഒരു സ്കൂൾ സംവിധാനത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കുറെ ചൈനീസ് ടീച്ചേഴ്സിന് ജോലി കൊടുക്കാനുള്ള ഏർപ്പാടാണ്. അതിനാണ് ഈ 300 മില്യൺ ചൈന ഇങ്ങോട്ട് ഫണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന്. അടുത്ത് നേപ്പാൾ ടെലിവിഷനും ചൈനീസ് മീഡിയ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, ഒരു MOU. ഇത് നേപ്പാളിന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിലാണ് ഈ ഒരു എഗ്രിമെന്റ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ചൈനീസ് മീഡിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെയുള്ള ചൈനയിലുള്ള എല്ലാ മീഡിയാസെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രസ്ഥാനമാണ് ഈ ചൈനീസ് മീഡിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരറിയാതെ ഒരു ന്യൂസും ചൈനയിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഈ ഒരു 3 എഗ്രിമെന്റ് നോക്കുമ്പോൾ ചൈന തീർച്ചയായിട്ടും ചൈനയുടെ ലാംഗ്വേജ് നേപ്പാളിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് കാലക്രമേണ ഈ നേപ്പാളിലെ കുട്ടികൾ ചൈനീസ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും, അതായത് തികച്ചും പറഞ്ഞാൽ നേപ്പാളി ലാംഗ്വേജ് പഠിക്കേണ്ട ആൾക്കാർ എന്തിനാണ് ചൈനീസ് ലാംഗ്വേജ് പഠിക്കുന്നത്? ആ വിരോധാഭാസമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ലോകത്ത് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. പിന്നെ ഇറ്റലി, ജർമ്മനി ഇതെല്ലാം പഠിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് സോവറനിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവൃത്തിയിലാണ് നേപ്പാൾ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 300 മില്യൺ ഇങ്ങോട്ട് വരികയാണ്. ഇനിയിപ്പോ ഇതിനെ തുടർന്ന് കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ എപ്പോഴും പോലെ തന്നെ ഫിലിപ്പൈൻസ് ബോട്ട്, ഫിഷിംഗ് ബോട്ട് ചൈനയുടെ ബോർഡർ ക്രോസ് ചെയ്തു. അതായത് ആ ഒരു കടലിന്റെ നോട്ടിക്കൽ മൈൽ ബോർഡറിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ വളരെ അടുത്താണ് കിടക്കുന്നത്. ആ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഈ ബോർഡർ എപ്പോഴും വയലേറ്റ് ചെയ്യാന്നുള്ളത് ഒരു നിത്യേനയുള്ള സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വളഞ്ഞുള്ള ഒരു മൂക്കിത്തൊടൽ പരിപാടി ചൈന കാണിക്കുന്നുണ്ട്. അതായത് ജപ്പാനില് USA മീഡിയം റേഞ്ച് മിസൈൽസ് കൊണ്ട് പിന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മീഡിയം റേഞ്ച് മിസൈൽ ജപ്പാനില് USA കൊണ്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനെ കൃത്യമായിട്ട് ചൈന അതിനെ എതിർക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനെ എതിർക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു മീഡിയം റേഞ്ച് മിസൈൽ കൊണ്ട് വെക്കുന്നത് റഷ്യക്ക് ഒരു ത്രെട്ടാണ്. കാരണം ഉക്രൈനുമായിട്ട് റഷ്യ വാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ റഷ്യക്ക് ഇതൊരു ഭീഷണിയാണെന്നുള്ള നിലയിലാണ് ചൈന ഇതിനെ എതിർത്തിരിക്കുന്നത്. ജപ്പാനിൽ ഈ ഒരു മിസൈൽ കൊണ്ട് വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ ചൈന തൈവാന് എപ്പോഴും കൊടുക്കുന്ന ഒരു ത്രെട്ട്. കഴിഞ്ഞ മാസമൊക്കെ നല്ല രീതിയിലുള്ള ത്രെട്ടാണ് കൊടുത്തത്. അവിടെ പല രീതിയിലുള്ള മിലിറ്ററി ആക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിനെ ഒരു സപ്പോർട്ടായിട്ടാണ് അവിടെ കൊണ്ട് ഒരു സെക്യൂരിറ്റി റീസൺ ആണ് അവിടെ കൊണ്ടുവച്ചത് മിസൈൽ. ചൈന തായ്വാന്റെ മേലിൽ കാണിക്കുന്ന ഈ ഒരു അതിക്രമത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അല്ലാതെ അത് തീർത്തും റഷ്യക്കെതിരെ അല്ല. റഷ്യക്കെതിരെ ആണെങ്കിൽ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, ഇവർക്ക് അവിടെ കൊണ്ട് ഡിപ്ലോയ് ചെയ്താൽ പോരെ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ചൈന ഇൻഡയറക്ട്ലി അവർ ഈ തൈവാനുമായിട്ടുള്ള ഇഷ്യൂവിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കാതെ ജപ്പാനെ റഷ്യയുമായിട്ട് കണക്ട് ചെയ്ത്, ആ ഒരു USA റഷ്യയുമായിട്ട് കണക്ട് ചെയ്ത് അതിൽ കൊണ്ട് ജപ്പാനിൽ മിസൈൽ വെച്ചിരിക്കുന്ന നിലയിലാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത്. ഈ രീതിയിലാണ് ചൈന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഇങ്ങനെ വളച്ചൊടിച്ച് പുറത്തുവിടുന്നത്. ഇന്ത്യയുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി അശോക് രാജ് സിംഗ്ടൽ. ഈ അശോക് രാജ് സിംഗ്ടൽ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേപ്പാളിലെ ഒരു ആർമി ജനറലാണ്, ചീഫ് ആർമി സ്റ്റാഫ് ജനറലാണ്. നേപ്പാളിലെ ചീഫ് ആർമി സ്റ്റാഫ് ജനറൽ അശോക് രാജ് സിംഗ്ടൽ പുള്ളി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഡിസംബർ 11-ാം തീയതി 3 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയെ സന്ദർശിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ഹോണററി അവാർഡ് മേടിക്കാനാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇവനൊക്കെ വിളിച്ച് ഇപ്പൊ ഹോണററി അവാർഡ് കൊടുക്കുന്നത്? ഇവിടെ ഒരു സൈഡിൽ ചൈനയെ പ്രീണിപ്പിച്ചുകൊണ്ട് അവിടെ ചെന്ന് പൈസ കൊട്ടക്കണക്കിൽ മേടിച്ചുകൊണ്ടെന്ന് ഇവന്മാര് ജനങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പരിസ്ഥിതിയിലുള്ള പ്രദേശമാണ് ഈ നേപ്പാൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഈ വരുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഇന്ത്യക്കെതിരാണ് ഇവന്മാർ എപ്പോഴും നിലപാടെടുക്കുന്നത്. പിന്നെ എന്നിട്ടാണ് ഇവനെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് ഇന്ത്യയിൽ കൊണ്ട് ഹോണററി അവാർഡ് കൊടുക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത്? യൂസ്ലെസ് ആയിട്ടുള്ള പരിപാടികളാണ്. എന്നാൽ അവൻ വരുന്നുണ്ട്, ഡിസംബർ 11-ാം തീയതി വരുന്നുണ്ട്. പുള്ളി വന്ന് ഹോണററി അവാർഡ് മേടിക്കാൻ വേണ്ടി വരികയാണ്. ശരിയാണ്, നേപ്പാളും ഇന്ത്യക്കും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. മിലിറ്ററിയിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞു, ജയിച്ചു, ഇതാ നേരെ ചൈനയിലേക്ക് വണ്ടി വിട്ടുപിടിച്ചിരിക്കുകയാണ് ശർമ്മ ഒലി. പിന്നെ എന്തിനാണ് അവന്റെ ആർമിയെ വിളിച്ചിട്ട് നമ്മൾ ഇവിടെ ഹോണററി അവാർഡ് കൊടുക്കുന്നത്? എനിക്കൊരു പിടുത്തമില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ചൈനയ്ക്ക് ഒരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ഇപ്പം ഗ്ലോബലി തന്നെ നേരിടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് നല്ല ഹാർമോണിയൽ റിലേഷൻഷിപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചൈന സെൻട്രിക് ആയിട്ട് നടന്ന കുറച്ച് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നോക്കിയത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.